PSC ഗണിത പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് പോകാം. മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും. മൈനസ് എന്നാൽ ഹരണം എന്നും പ്ലസ് എന്നാൽ ഗുണനം എന്നും ഹരണം എന്നാൽ മൈനസ് എന്നും ഗുണനം എന്നാൽ പ്ലസ് എന്നുമായാൽ താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവന ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ എ 52 ഹരിക്കണം 4 പ്ലസ് 5 ഗുണിക്കണം 8 മൈനസ് 2 സമം 36. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് 43 ഗുണിക്കണം 7 ഹരിക്കണം 5 പ്ലസ് 4 മൈനസ് 8 സമം 25. സി 36 ഗുണിക്കണം 4 മൈനസ് 12 പ്ലസ് 5 ഹരിക്കണം 3 സമം 420. ഡി 36 മൈനസ് 12 ഗുണിക്കണം 6 ഹരിക്കണം 3 പ്ലസ് 4 സമം 60. ഈ ചോദ്യം മെയ് 17-ാം തീയതി നടന്ന പ്രിലിമിനറി ടെസ്റ്റിന് ശേഷം നടന്ന പരീക്ഷയുടേതാണ്. ഫോറസ്റ്റിലെ വാച്ചർ അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഗണിതത്തിൽപ്പെട്ട ചോദ്യമാണ്. അതിൽ മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും. ഈ ചോദ്യവും അതിന്റെ ഉത്തരവും മുഴുവനായും വിശദീകരിക്കുന്നത് വരെ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഈ ചോദ്യത്തില് ചെറിയൊരു രഹസ്യമുണ്ട്. അത് മുഴുവനും കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിലേക്കും ഈ ചോദ്യത്തിലേക്കും അതിന്റെ വിശകലനത്തിലേക്കും തന്നെ പോകാം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ആരും സ്കിപ്പ് ചെയ്യരുത്. പൊതുവെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാവുന്ന രീതിയിലുള്ള ചോദ്യമാണ്. പക്ഷെ ഈ ചോദ്യത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ട ഈ ചോദ്യത്തിൽ അത് എഴുതിയവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. 4 ഓപ്ഷൻസ് ആണ്. ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ ഏതാണ് ശരിയായ ഓപ്ഷൻ എന്ന് കണ്ടെത്തണം. സാധാരണ ഇങ്ങനെ തരാറില്ല. ഇത് ഓരോന്നും ഇതേപോലെ ഡീകോഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കണം. ഡീകോഡ് ചെയ്യുമ്പോ എന്താ, ഈ ഹരണം എന്നത് മൈനസ്, പ്ലസ് എന്നത് ഗുണനം, ഗുണനം എന്നത് പ്ലസ്, മൈനസ് എന്നത് ഹരണം എന്നായി മാറും. ഈ 4 ക്രിയകളും ഈ രൂപത്തിലേക്ക് മാറ്റും. എല്ലാം അത് തന്നെ. ഗുണിക്കണം എന്നുള്ളത് പ്ലസ്, ഹരിക്കണം എന്നത് മൈനസ്, കൂട്ടണം എന്നത് ഗുണിക്കണം, മൈനസ് എന്നത് ഹരിക്കണം. എവിടെയും അങ്ങനെ മാറ്റുകയാണ്. പ്ലസ്, ഹരിക്കണം, ഗുണിക്കണം, മൈനസ്. ഇവിടെ ഹരിക്കണം, പ്ലസ്, മൈനസ്, ഗുണിക്കണം. എന്താ ഇതിലെ പ്രശ്നം? ആദ്യം നമ്മുടെ ഇതിന്റെ തത്വം ചതുഷ്കൃതികൾ ചെയ്യുമ്പോ അതിന്റെ ഒരു ക്രമമുണ്ടല്ലോ. എന്താ അത്? ബി ഒ ഡി എം എ എസ്. ആദ്യം ബ്രാക്കറ്റ് ആണ്. ഇതിലെവിടെയും ബ്രാക്കറ്റ് ഇല്ല, അപ്പൊ അത് ആവശ്യമില്ല. ഓഫും ഇല്ല, ഡിവിഷൻ ഉണ്ട്, ഹരണമുണ്ട്. അപ്പൊ ഡീകോഡ് ചെയ്ത ശേഷമുള്ള ഹരണത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. ഇതില് ഈ 4 ഹരണം ഞാനിവിടെ രേഖപ്പെടുത്തിയാണ്. അത് നമുക്ക് ഡി എന്ന ഓപ്ഷൻ ശ്രദ്ധിക്കാം. ഇതാണ് ഹരണം. 36 ഹരിക്കണം 12 ആണ് ആദ്യം. അതെത്ര കിട്ടും? 3. അത് കഴിഞ്ഞാൽ ഗുണനമാണ്. 3 ഗുണിക്കണം 4 12. അതും ഓക്കെ. അപ്പൊ എന്ത് കിട്ടി? അടുത്തത് എന്താണ്? ഇത് കഴിഞ്ഞു,
ഗുണനം കഴിഞ്ഞു. അടുത്തത് സങ്കലനമാണ്, എഡിഷൻ. ഇത് 3 കൂട്ടണം 6. 3 കൂട്ടണം 6 എത്രയാ? 9. 9 മൈനസ് 12. 9 മൈനസ് 12 എത്രയാ? അത് -3 ആണ്. അതായത് ഈ ഓപ്ഷൻ ശരിയല്ല. ഓക്കെ, ഇത് തെറ്റ്, ഡി തെറ്റ്. അടുത്ത നോക്കാം. എന്താ? ഹരണം തുടങ്ങണം. 4 ഹരിക്കണം 12. 4 ഹരിക്കണം 12 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/3. ഇനി 1/3 വെച്ച് വേണം ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാം. 1/3 ഗുണിക്കണം 5 ആണ്. 1/3 ഗുണിക്കണം 5, അതായത് 5/3 ആണ് വരിക. 420 1/3 വരുന്നതേ ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഉത്തരവും തെറ്റാണ്. അടുത്ത ബി എന്താണ്? ബിയിൽ ഇതാണ് 4 ഹരിക്കണം 8 ആണ് ആദ്യം ചെയ്യേണ്ടത്. മൈനസിന് പകരം ഹരണം വരും. 4 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ എന്താ? 1/2. 1/2 5ന്റെ കൂടെ ഗുണിക്കണം, എത്ര വരും? 5/2. ഒരു ഭിന്നസംഖ്യയാണ് വരുന്നത് ഇവിടെ, പക്ഷേ ഭിന്നസംഖ്യ ഉത്തരത്തിൽ വരുന്നില്ല. അതുകൊണ്ട് ഈ ഓപ്ഷനും തെറ്റാണ്. ഇത് തെറ്റാണെന്ന് മനസ്സിലായി, ഇത് തെറ്റാണെന്ന് മനസ്സിലായി, ഇത് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി ഓപ്ഷൻ എ നോക്കാം നമുക്ക്. ഹരണം ഇതാണ്. 8 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 8 ഹരിക്കണം 2 എത്രയാണ്? 4. അടുത്തത് ഗുണനമാണ്. 4 ഗുണിക്കണം 5 20. ഇനി ഇത് വേണം, ഇതിന് പകരം ഗുണനത്തിന് പകരം പ്ലസ് ആവേണ്ടത് 20 പ്ലസും 24 വരും. ഹരണത്തിന് പകരം മൈനസ് ആണ്. 52 നിന്ന് 24 മൈനസ് ചെയ്താൽ എത്രയാ? 28. ഇവിടെ 36 ആണ് കിട്ടേണ്ടത്, പക്ഷെ കിട്ടിയത് 28. ഈ ഓപ്ഷൻ തെറ്റാണ്. അതായത് ഈ ചോദ്യത്തിലെ ഓപ്ഷൻസ് 4ഉം റോങ് ആണ്. ശരിയായ ഉത്തരം ഇതിലില്ല. ശരിയായ ഉത്തരം ഇതില്ല എന്ന് പറയുമ്പോ എന്താ? ഇതിനു വേണ്ടി നാം ഒരുപാട് സമയം, ഒന്നാമത്തെ ചോദ്യമാണ്, മാനസിക ശേഷിയാണ്, ഗണിതമല്ല. അപ്പൊ പലരും കഴിഞ്ഞ ഈ പരീക്ഷയിലെ ഒരുപാട് സമയം ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ചെലവഴിച്ച് അവസാനം കഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോ ചെയ്യേണ്ടത് എന്താ? ആദ്യമേ ഇത് ചെയ്യാൻ നിൽക്കരുത്. തൽക്കാലം ഇത് അവഗണിക്കുക. ബാക്കിയുള്ള 99 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് മാത്രമേ 100ാമതായി ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ഇപ്പൊ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ.